എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു 40 ഇഞ്ച് ചെസ്റ്റ് ഉള്ള ഷർട്ടിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 240 വീതി 36 ഇഞ്ച് വീതിയുള്ള തുണിയിൽ നമുക്ക് ഇതേപോലെ മടക്കിയിട്ട് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കൈ ലൂസ് കിട്ടില്ല. ഇതിലൊരു 16 ഇഞ്ച് വരെയൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് വേറൊരു മെത്തേഡിലാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഈ 2 പീസും കൂടെ ഇതേപോലെ ചേർത്ത് മടക്കുക. ഇതിൻ്റെ ഫോൾഡിങ് ഇവിടെയാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മളിതിൻ്റെ 2 ഫ്രണ്ട് കട്ട് ചെയ്യും. ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ ബാക്കിൽ നിന്ന് 2 സ്ലീവ് കട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ നിന്ന് ബാക്ക് കട്ട് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്താണെങ്കിൽ നമുക്ക് 17 ഇഞ്ച് കൈ ലൂസ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് ഫ്രണ്ട് പട്ടിക്ക് മാർക്ക് ചെയ്യാം. ഈ കര കഴിഞ്ഞിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഷോൾഡർ ഡൗൺ 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 27 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് 27 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 3/4 ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാൻ മാർക്ക് ചെയ്യുക. ഇതിൻ്റെ കൈ ലൂസാണ് എടുത്തിരിക്കുന്നത്. കൈ ലൂസ് 17 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 8.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ ഇതിൽ ഷേപ്പ് കൊടുക്കുന്നില്ല, കുടവയറുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഒരേ ലൂസാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കോളർ 16 ഇഞ്ചാണ്. അതായത് കഴുത്ത് വണ്ണാണ് ഈ കോളർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ 15 കാണുള്ളൂ. 1 ഇഞ്ച് പ്ലസ് എടുക്കുമ്പോൾ ഒരു വിരൽ ഇതേപോലെ അകത്ത് വെച്ചിട്ട് അളവെടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്ത അളവ് ഇതിൽ 16 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 5-ൽ1 ഭാഗം ഏകദേശം 3.25 ഇഞ്ച് വരുന്നുണ്ട്. അത് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം കഴുത്ത് വരയ്ക്കാം. ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. ഷോൾഡർ വന്നിട്ട് 19 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 9.5 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യത്തുമ്പ് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ലൂസ് വന്നിട്ട് അല്പം ലൂസ് വേണം അതിൽ. അപ്പോൾ 40 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അതിന് 4-ൽ1 ഭാഗം 10 ഇഞ്ച്, 2.5 ഇഞ്ച് ലൂസ് വേണം. അതായത് 12 ഇഞ്ച് ലൂസ് ഇതിൽ റെഡി വേണം. അപ്പോൾ നമ്മൾ അത് കൂടെ ഒരു 3/4 ഇഞ്ച് തയ്യത്തുമ്പും കൂടി ഇടുന്നുണ്ട്. അങ്ങനെ ആകെ 13.25 ഇഞ്ച് ഇടുന്നുണ്ട്. അതേ 13.25 ഇഞ്ച് ഇവിടെയും ബോട്ടത്തിലും കൊടുക്കുക. അതായത് സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇതേപോലെ കുടവയറുള്ള ആളുകൾക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോൾ വരയ്ക്കുക. ഇനി ഇവിടെ ബോട്ടത്തിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഷേപ്പ് മാർക്ക് ചെയ്യുക. ഇത് വന്നിട്ട് ലിബർട്ടിയാണ്, സ്ട്രൈറ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ഷേപ്പ് വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് സ്ലീവാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്യുന്നത് 4.5 ഇഞ്ചാണ്. അതായത് ചെസ്റ്റ് 40 ഇഞ്ച്, അതിൻ്റെ 8-ൽ1 ഭാഗം 5 ഇഞ്ച് വരും. അതിന് ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 4.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കൈ ലൂസ് വേണ്ടത് 17.5 ഇഞ്ചാണ്. അപ്പോൾ 17.5 ഇഞ്ചിൻ്റെ പകുതി 8.25, 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, അങ്ങനെ 9.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ കഫിൻ്റെ വീതി 1.5 ഇഞ്ചാണ്. കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ വന്നിട്ട് കൈ ചുരുട്ടിയാണ് വയ്ക്കുക. അപ്പോൾ അധികം വീതി വേണ്ട, 1.5 ഇഞ്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതിൻ്റെ താഴെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക.
എന്നിട്ട് ഈ 1.5 ഇഞ്ച് ഇതിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇറക്കം എത്ര വേണ്ടിച്ചാൽ അത് മാർക്ക് ചെയ്യുക. ഇതിൽ ഇറക്കം വേണ്ടത് 22 ഇഞ്ചാണ്. 22 ഇഞ്ച് മാർക്ക് ചെയ്യുക. കൈ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. കാരണം ഇത് മടക്കി അടിക്കുകയാണ്, അതുകൊണ്ട് ഒരു 1/4 ഇഞ്ച് അധികം മാർക്ക് ചെയ്യണം. ഇവിടെ 9.25 ഇഞ്ചാണ് നമുക്ക് കഫിൻ്റെ നീളം വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 4.25 ഇഞ്ചും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, 1/2 ഇഞ്ച് ഫ്ലീറ്റിന്. ഇനി ഇവിടെ ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കഫ് സ്ട്രൈറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ 1/4 ഇഞ്ചിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കാം. ഇതേപോലെ 1/4 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ചെരിച്ച് വരയ്ക്കുക. ഇവിടെ വന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ലൂസ് അത്യാവശ്യം വേണ്ടതുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കുക. ഇനി ഇവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് ഷേപ്പിൽ വരയ്ക്കുക. ഇതേപോലെ വരയ്ക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുവരേക്കും കുഴിച്ചാൽ മതി. അതുപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് എടുക്കാം രണ്ടാമത് കുഴിച്ച് മാർക്ക് ചെയ്യുമ്പോൾ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് 2 സ്ലീവ് പട്ടിക്ക് എടുക്കാം. ഇനി ഇത് നേരെ തിരിച്ച് വയ്ക്കുക. അതായത് ഇതിൻ്റെ കുഴിച്ച് കട്ടിയത് ഫ്രണ്ട് വശത്തേക്ക് വരും. ഈ ബാക്ക് വശത്താണ് നമ്മളിവിടെ സ്ലീവ് പട്ടിക്ക് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ 1/4 ഇഞ്ച് ഇവിടെ അധികം ഇട്ടതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ മടക്കിയെടുക്കുമ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിങ്ങനെ മടക്കുന്ന സമയത്ത് ഇവിടെ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വരണം. അപ്പോഴാണ് നമുക്കിത് അയൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഞാൻ കൊണ്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഒരു 5 ഇഞ്ച് ഓപ്പൺ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഈ 5 ഇഞ്ച് വരെ കട്ട് ചെയ്യുക. ഒരല്പം ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മടക്കിയടിക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഇവിടേക്കുള്ള സ്ലീവ് പട്ടിയാണ് ഇതെന്ന് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇത് വീതി വന്നിട്ടൊരു 3 ഇഞ്ച് മതി. നീളം വന്നിട്ട് 7 ഇഞ്ച്. നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ബാഗ് കട്ട് ചെയ്യാം. ഇതേപോലെ നിവർത്തിയിടുക. എന്നിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ആകെ 13.25 ഇഞ്ചാണ് ഇട്ടത്. ഇതൊന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 12.25 ഇഞ്ച് വെച്ചിട്ട് മടക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ 12.25 ഇഞ്ച് വെച്ചിട്ട് മടക്കിയെടുക്കുക. ഇനി ഈ മാർക്കിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതേപോലെ ഇവിടെ. എന്നിട്ട് അത് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ നമ്മൾ ഷോൾഡർ ആകെ 10 ഇഞ്ചാണ് ഇട്ടത്. ഇവിടെ ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ടാൽ മതി. 9.25 ഇഞ്ച്. അപ്പോൾ ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ ആം ഹോൾ വരയ്ക്കുക. ഇതേപോലെ വരച്ചെടുക്കുക. എന്നിട്ട് ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കാം. ഈ കര പീസ് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇവിടുന്ന് നമുക്കൊരു ഷോൾഡർ കട്ട് ചെയ്യാം. ഷോൾഡർ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതൊരു 10 ഇഞ്ചും ഒരു 1/4 ഇഞ്ച് അധികം വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. കര അതേപോലെ മാർക്ക് ചെയ്ത് ഒഴിവാക്കുക. ഷോൾഡറിൻ്റെ ഹൈറ്റ് നമുക്ക് 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുക.
കഴുത്തിൻ്റെ ഇറക്കം 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 3 ഇഞ്ചും ഏകദേശം ഒരു 3.25 ഇഞ്ച്, അതായത് 16ൻ്റെ 5-ലൊരു ഭാഗം. ഇവിടെ 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 9.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ 2 ഷോൾഡർ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ കോളറും കഫും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നീളം 1/2 മീറ്ററാണ്. കഫിൻ്റെ നീളം വേണ്ടത് നമുക്ക് 9.25 ഇഞ്ചാണ്. അപ്പോൾ 19.5 ഇഞ്ച് ഇത് കറക്റ്റാണ്. വീതി 1.5 ഇഞ്ച് ഇതിങ്ങനെ മാർക്ക് ചെയ്യുക. അതിനുശേഷം കട്ട് ചെയ്ത് ഒരല്പം കട്ട് ചെയ്തിട്ട് ഇത് വലിച്ചെടുത്താൽ മതി. ഇത് സെൻറ്റർ കട്ട് ചെയ്യുക. ഇത് 19.5 ഇഞ്ചിൻ്റെ 9.25 ഇഞ്ചാണ് നമുക്ക് നീളം വേണ്ടത്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇത് ഈ കോണിൽ മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ കഫ് 2 കട്ട് ചെയ്യുക. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം. കോളർ ഇതേപോലെ പശയുള്ള ഭാഗം ഉള്ളിലേക്കായിട്ട് മടക്കുക. കോളർ വന്നിട്ട് 16 ഇഞ്ച് കോളറാണ്. അപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ട് 16 ഇഞ്ച് കോളറാണ് നമുക്ക് മാക്സിമം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനൊപ്പം ഇതിങ്ങനെ വയ്ക്കുക. അതേപോലെ ബൈൻഡും കറക്റ്റായിട്ട് വയ്ക്കുക. ആദ്യം ബൈൻഡ് കട്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഇത് ഇളകാതിരിക്കുക, ഓരോ പിന്നടിക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ തുണിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഇവിടെ കോളർ പോയിന്റിൽ നമുക്ക് ആവശ്യങ്ങൾ അല്പം സ്റ്റിപ്പ് കൊടുക്കുക. അതായത് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോണ് കിട്ടും, ഇതിൽ വെച്ച് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേപോലെ ക്യാൻവാസിൻ്റെ വേസ്റ്റ് വരുന്ന തുണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ കോർണറിൽ വെച്ചാൽ മതി. ഇതേപോലെ ഈ ഷേപ്പിൽ കട്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഈ 2 കോർണറിലും വെച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.